Good afternoon, all. Good afternoon, sir. Good afternoon, ma'am. Good afternoon. Good afternoon. Prayer പറയുന്നില്ലായിരിക്കും. ഞാൻ പറയാം മിസ്സേ. പറഞ്ഞോളാം. പ്രാർത്ഥന തൻ പാതയിൽ പൂക്കളായി വിരിയണം, പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. പുണ്യവഴികളിലൂടെ നാം യാത്രയെന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണെൻ ധനം, ഈശ്വരനാണെൻ ബലം, ഈശ്വരനാണെൻ ധനം, ഈശ്വരനാണെൻ ബലം. ലാസ്റ്റ് ക്ലാസ്സിൽ സൊസൈറ്റി ഓഫ് കൊഹീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സ്റ്റാർട്ട് ചെയ്തോ? അപ്പോ മോണ്ടിസോറി പറയുന്നത് എന്റെ കുട്ടികളില് ചിൽഡ്രൻസ് എങ്ങനെയാവാം, ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് ആവാം. നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീവിയേഷൻസിനെ കുറിച്ചിട്ടും ക്ലാസസ് ഡീവിയേഷനെ കുറിച്ചിട്ടും ടൈപ്സ് ഓഫ് ഡീവിയേഷനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മള് നോട്ട് ടി വീക്ക് ബ്രൈറ്റ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഡീവിയേഷൻ ആണ്. സോ ആദ്യം ഈ കുട്ടികൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവർ കുറച്ച് കൊറക്റ്റ് ആവും, കുറച്ച് സൈലന്റ് ആവും. ദെൻ അവർ ഈ മെറ്റീരിയൽസ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരിൽ കുറെ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയായിരുന്നു മാറ്റങ്ങൾ? കോൺസെൻട്രേഷൻ കൂടുതൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അവർക്ക് പണ്ടുണ്ടായിരുന്ന നെഗറ്റീവ് ത്രെഡ്സും കാര്യങ്ങളും കുറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സെൽഫ് കൺട്രോള് അവർക്ക് തന്നെ അവരെ സ്വയം നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഒബീഡിയൻസ് നല്ല അനുസരണയുള്ള കുട്ടികളായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. പണ്ട് ഈ കുട്ടികൾ കോമ്പറ്റ് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ആ കുട്ടികളിലെ പേഷ്യൻസും മ്യൂച്വൽ ഹെൽപ്പും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഈ കുട്ടികൾ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് നല്ല ഐക്യത്തോടു കൂടി കോണ്ടാക്ടിലേക്ക് വരുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനെയാണ് മോണ്ടിസോറി എന്ന് പറഞ്ഞത്, നോർമലൈസേഷൻ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പറയുന്ന പേര് പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി. നമ്മൾ അതിന് മറ്റൊരു പേര് പറയുന്നുണ്ട്, എന്താണ്? സൊസൈറ്റി ബൈ കൊഹീഷൻ എന്ന് പറയും. ഓക്കെ, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരു പ്രത്യേകതയാണ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ തമ്മിൽ നല്ല കെട്ടുറപ്പുണ്ടാവും, നല്ലൊരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടാവും. ദേ ആർ ക്ലോസ് ടു ഈച്ച് അതർ. അത് പരസ്പരം നല്ല ക്ലോസ് ആയിരിക്കും. ദെൻ ടുഗദർനെസ്, ലവ്, ഷെയറിങ്, ഹാർമണി, ഇത് പേഷ്യൻസ്, ഇതെല്ലാം നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികളിൽ കാണാനായിട്ട് പറ്റുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. ഇനി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ചിലപ്പോൾ ഒരു സെറ്റ് മെറ്റീരിയൽ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പോ നമ്മൾ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ അതിൽ ഒരു സെറ്റ് മെറ്റീരിയൽ ഉള്ളൂ. സോ ഒറ്റ സെറ്റ് ഉള്ളൂ. സോ ഒരു കുട്ടിയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് എനിക്ക് ആ വർക്ക് ചെയ്യണമെന്ന് നല്ല താല്പര്യമുണ്ട്, ഞാൻ കുട്ടിയാണ്, എനിക്ക് ആ വർക്ക് ചെയ്യണമെന്ന് നല്ല താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. എന്റെ ടേൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ കുട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ മെറ്റീരിയൽ അതിന്റെ പ്ലേസിലേക്ക് റീപ്ലേസ് ചെയ്യുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. അങ്ങനെ റീപ്ലേസ് ആയതിനു ശേഷമായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? ആ മെറ്റീരിയൽ എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഈ മെറ്റീരിയൽസിന് ചൊല്ലി ചെറിയ ചെറിയ വഴക്കും തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അത് നോർമൽ ആണ്. സോ അവർ തന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡിസ്പ്യൂട്ടും കാര്യങ്ങളും കുട്ടികൾ തന്നെ എന്ത് ചെയ്യുന്നു? സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
അവര് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് അത് സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ചിലപ്പോ മ്യൂച്വൽ അഗ്രിമെന്റിന്റെ ബേസിൽ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ അവർ തന്നെ പരസ്പരം എന്ത് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ ഡിസ്പ്യൂട്ടും കാര്യങ്ങളും സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ അവർക്ക് ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റി ആണല്ലേ പേഷ്യൻസ്. അത് ഡെവലപ്പ് ചെയ്യും ഈ കുട്ടികൾക്ക്. പേഷ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്താൽ കാണാനായിട്ട് പറ്റും. സോ നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണ ചാപ്റ്റർ ഒന്നുകൂടി എടുക്കാം കേട്ടോ. ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം ചിൽഡ്രൻസ് ആർ പ്രൊവൈഡ് വിത്ത് environment capable of being nourished. Teachers is careful about the various stages of the development and help him with his internal need. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളും ആ കുട്ടികളെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഡെവലപ്മെന്റിന്റെ ഈ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ആ ഡെവലപ്മെന്റിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കുട്ടികളുടെ ഇന്റേണൽ നീഡ്സും കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. Thus the children is able to work as per his will. എന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് വർക്കും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഓപ്പൺ ഷെൽഫുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങളത്? മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ ഓപ്പൺ ഷെൽഫുകളാണ് യൂസ് ചെയ്യുന്നത്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫുകളല്ല. കാരണം എന്താണ്, കുട്ടികൾക്ക് വേണ്ട മെറ്റീരിയൽ അവർക്ക് സ്വയം സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഇസ് ഏബിൾ ടു വർക്ക് ആസ് പെർ ഹിസ് വിൽ. അവന്റെ വിൽ അനുസരിച്ച് അവന്റെ ഇഷ്ടം അനുസരിച്ച് ഓരോ വർക്കും ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹിസ് മെന്റൽ ആൻഡ് ഫിസിക്കൽ എനർജി വർക്ക് ഇൻ യൂണിസൺ. അപ്പോ ഒരു വ്യക്തിയുടെ മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി ആരായിട്ട് മാറും, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. ആൻഡ് ദ ചൈൽഡ് ബിക്കം നോർമലൈസ്ഡ്. അങ്ങനെയാണ് നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്നത്. Thus a Montessori classroom becoming a gathering of normalized children. അതുകൊണ്ടാണ് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നോർമലൈസ്ഡ് ചിൽഡ്രൻസിനെ ഗ്യാദർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് മോണ്ടിസോറി ക്ലാസ് റൂം. When the children are normalized, it is possible to give them the perfect freedom in the class. ഇനി കുട്ടികൾ നോർമലൈസ്ഡ് ചൈൽഡായി മാറിക്കഴിഞ്ഞാൽ നമുക്കിനി അവർക്ക് പെർഫെക്റ്റ് ഫ്രീഡം കൊടുക്കാം. നമ്മളെ എൻ്റെ ക്ലാസ് റൂമിൽ നമുക്ക് അവർക്ക് ഫ്രീഡം കൊടുക്കാം. അപ്പൊ നമ്മൾ ഫ്രീഡം കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾ എന്താണ്, ഒബീഡിയന്റ് അല്ലാതെ ആകുന്നില്ല കേട്ടോ. ബട്ട് ആൻഡ് ഇറ്റ് ഹാവ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ഫ്രം ദം. ഈ കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസിപ്ലിൻ ആയിരിക്കും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ദിസ് ഈസ് ദ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. അങ്ങനെ ഈ കുട്ടികളിൽ വന്നിരിക്കുന്ന മാറ്റത്തെ, ആ കുട്ടികളുടെ കൂട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. നമ്മളൊരു ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറി. ഈ നമ്മൾ കണ്ടിന്യൂസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് നമ്മളൊരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ നോർമലൈസ്ഡ് ചൈൽഡായി മാറല്ല. കണ്ടിന്യൂസ്ലി നമ്മൾ ട്രെയിൻ ചെയ്യുന്നതിലൂടെ മെറ്റീരിയൽസും കാര്യങ്ങളും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിലൂടെ അവർ സ്വയം അത് ചെയ്തു തുടങ്ങുമ്പോൾ അവരുടെ ക്യാരക്ടറിൽ കുറച്ച് മാറ്റങ്ങൾ വരും. അവർക്ക് കോൺസെൻട്രേഷൻ പവർ കൂടുന്നു, ഡിസിപ്ലിൻ കൂടുന്നു, ഒബീഡിയന്റ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ആ കുട്ടികളിൽ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആ ഒരു ഒബ്സർവേഷനിലൂടെ ആ കുട്ടികളിൽ എന്താണ്, ആ കുട്ടികൾ ആരായിട്ട് മാറും, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. ആ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്ന കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹീഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് മോണ്ടിസോറി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. This is something formed by an attraction between or among the children.
ഓക്കെ കേട്ടാ. അപ്പൊ നമ്മള് അതെന്താ പറയുന്നത്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്ന് പറയുന്നു. നമ്മൾ ഈ കുട്ടികൾ തമ്മിൽ നല്ലൊരു എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. എന്താണ് നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. വെച്ചാൽ അവർ തമ്മിൽ പരസ്പരം മോറൽ ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പും കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ പരസ്പരമുള്ള സഹായവും കെയറും. അവര് ഇപ്പൊ ഞാൻ എന്റെ വർക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഒരു ചിന്തയായിരിക്കില്ല. എന്നെ പോലെ തന്നെ എന്റെ ഫ്രണ്ടിന്റെ വർക്കും അവന് കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും അവർ വരുന്നത്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് യൂണിഫിക്കേഷൻ ഓഫ് കൊഹീഷൻ. അപ്പൊ ഇത് കുട്ടികളിൽ നോർമലി സംഭവിക്കുന്നതാണ്. കുട്ടികളിൽ നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് യൂണിഫിക്കേഷൻ ഓഫ് കൊഹീഷൻ. Children are able to attain such cohesion because they are naturally full of love. കുട്ടികളിൽ ഈ ഒരു കൊഹീഷൻ എങ്ങനെ അക്യൂർ ചെയ്യുന്നു, അറ്റൈൻ ചെയ്യുന്നു? കാരണം അവർക്ക് നാച്ചുറലി അവര് നല്ല സ്നേഹമായിരിക്കും. പരസ്പരം കുട്ടികളോട് നല്ലൊരു സ്നേഹവും സിമ്പതി ഓർ എംപതി ഉണ്ടാവും. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യും. ഫീൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യാനൊക്കെ ഈ കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ തന്നെ അവരെന്ത് ചെയ്യും, ഇവിടെ നിന്ന് നമ്മൾ മോൺസോറി എൻവയോൺമെന്റിൽ നിന്ന് അവരത് മനസ്സിലാക്കും. Therefore, we should help them fostering these qualities by giving the right environment and condition. നമ്മൾ അവർക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? റൈറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും ഒരു കണ്ടീഷനും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ക്വാളിറ്റീസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഫാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മള് റൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി കൊഹീഷൻ ഈസ് ബേസ്ഡ് ഓൺ, മെയിൻലി കൊഹീഷൻ കുറച്ച് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്. ഇപ്പൊ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഈ കുട്ടികൾ വരുമ്പോൾ എനിക്ക് വേണം ഈ മെറ്റീരിയൽ, അല്ലെങ്കിൽ എനിക്ക് മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയായിരിക്കും. ആദ്യം നമ്മൾ ഈ മെറ്റീരിയൽസ് കാണുമ്പോൾ എങ്ങനെയും വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് ഈ മെറ്റീരിയൽ വേണം എന്നുള്ള ചിന്തയായിരിക്കും കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാവാം. നമ്മുടെ കുഞ്ഞു കുട്ടിയുടെ കണ്ണിലൂടെ കാണുകയാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. ചില മെറ്റീരിയൽസ് നമുക്ക് ഇഷ്ടാവും. ഇപ്പൊ നിങ്ങൾ മോണ്ടിസോറി പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്നില്ലേ? ആരൊക്കെ വന്നത്? സുബിത വന്നോ? ഇല്ല മിസ്സേ, ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അഖിലാണോ അത്? ഞാൻ വന്നിരുന്നു സർ. ഓക്കെ. അപ്പൊ നിങ്ങൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കണ്ടപ്പോ ആദ്യം തോന്നിയ ഫീലിംഗ് എന്താണ്? നമുക്കത് കിട്ടിയിരുന്നെങ്കിൽ തോന്നിയോ? നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത വന്നില്ലേ? നമുക്കിത് കിട്ടിയിരുന്നെങ്കിൽ, നമുക്കിത് വാങ്ങിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയില്ലേ? ഓക്കെ. അതെന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽ ഒരു പ്രത്യേകതയാണ്. നമുക്ക് മുതിർന്നവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് ആദ്യം അവര് ഈ മെറ്റീരിയൽ അവർക്ക് മാത്രം വേണം, അല്ലെങ്കിൽ അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും അവർക്ക് വരുന്നത്. പിന്നീട് അവർ കാണും, അവർ ഡെയിലി ലൈഫിൽ അവർ കാണും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ വരുമ്പോൾ മാത്രം നമ്മൾ ചെയ്യേണ്ടതാണ്. എല്ലാം ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുമ്പോൾ മാത്രമാണ് ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ മുതൽ എന്താണ് ആ കുട്ടികളിൽ മറ്റുള്ളവരുടെ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ. പിന്നെ കുട്ടികൾ തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. മെറ്റീരിയൽസിനെ ചൊല്ലി കുട്ടികൾ തമ്മിൽ ചെറിയ ചെറിയ ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നോർമലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ടും കാര്യങ്ങളും അവർ തന്നെ പരസ്പരം സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. റെസിപ്രോക്കൽ കൺസെന്റിലൂടെ അല്ലെങ്കിൽ എഗ്രിമെന്റിലൂടെ അവരെ പരസ്പരം ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ. റെസിപ്രോക്കൽ കൺസെന്റ് ആൻഡ് എഗ്രിമെന്റിലൂടെ അവരെ പരസ്പരം ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാനും കാണാനും പറ്റും. കാരണം അവർ തന്നെ അത് സോൾവ് ചെയ്യും. ഓക്കെ. ഇല്ലടാ, കോൾഡ് അല്ല. ഇപ്പൊ എനിക്ക് എന്തോ പെട്ടെന്ന് എന്തോ പറ്റുന്നില്ല, അതൊന്നും മനസ്സിലാവുന്നില്ല. ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്നായിരുന്നു ഉമിനീരായിരുന്നു തോന്നുന്നു, പെട്ടെന്ന് മൂക്കിലേക്ക് ഞാൻ പെട്ടെന്ന് അടിച്ചു കയറിയ പോലെ തോന്നി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ അതേഴ്സ്.
There are normally dispute between children over the materials. Normal ആണ് കുട്ടികൾ തമ്മിൽ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാവും. Many other situation, മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ വരാം. However, children in Montessori school are capable of solving problems by themselves. മോണ്ടിസോറി സ്കൂളിൽ വരുമ്പോൾ ഈ കുട്ടികൾ പരസ്പരം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഫാക്കൽറ്റീസ് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. അവർ തമ്മിൽ പരസ്പരം കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു മോറൽ സൂപ്പർവിഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പൊ അവർ തന്നെ പ്രശ്നം അത് സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. റെസിപ്രോക്കൽ കൺസെന്റിലൂടെ എഗ്രിമെന്റിലൂടെ കുട്ടികൾ തന്നെ ആ പ്രശ്നവും കാര്യങ്ങളും അവർ സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ആണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. നമ്മള് ചിലപ്പോൾ നിങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒരാളെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒരു വ്യക്തിയുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. സപ്പോസ് നമുക്ക് അതേപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ വ്യക്തി തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത ആള് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സഹായിക്കുന്നത് വേറൊരാള് ആയിരിക്കും. നമുക്ക് ഹെൽപ്പ് വേണ്ട സമയത്ത് നമ്മളെ സഹായിക്കുന്നത് വേറൊരാളായിരിക്കും. If you help one, that will reflect them in the same in another way. നമ്മളിപ്പോ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ നമ്മളത് സഹായിക്കുമ്പോൾ തന്നെ മറന്നറിയണോട്ടോ. മനസ്സിലങ്ങനെ ഓർത്തൊന്നും വെക്കാൻ പാടില്ല. സഹായങ്ങൾ കൊടുത്തു കഴിഞ്ഞാല് നമ്മളത് സഹായിക്കുക, മറക്കുക, അങ്ങനെ ചെയ്യേണ്ടത്. അത് ഓർത്ത് വെച്ച വിഷമങ്ങളാവും. കാരണം ഞാൻ അവന്റെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവനെ സഹായിച്ചു, അവൻ എന്നെ സഹായിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരണമെങ്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് സഹായിച്ചു കഴിഞ്ഞാൽ മറന്നു പോവാം. ചിലപ്പോ നമ്മളെ സഹായിച്ച ആളായിരിക്കില്ല നമ്മളുടെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ആർക്കും സഹായം ഒന്നും വേണ്ട വന്നിട്ടില്ല അല്ല, ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റ് ഡിഫറെന്റ് ഏജിലെ കുട്ടികളാണെന്ന് പറഞ്ഞു. നമ്മൾ എത്ര വയസ്സ് മുതലാണ്? 3 to 6 years മുതലുള്ള കുട്ടികൾ, 6 years വരെയുള്ള കുട്ടികളാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ കോമൺലി കാണാം. അപ്പൊ ആ ഒരു ഓൾഡർ വൺസ്, മുതിർന്ന കുട്ടികൾ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓൾഡർ വൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള, ഏർലി നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് അവരുടെ യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കാണാനായിട്ട് പറ്റും. അതേപോലെ മറ്റു കുട്ടികൾ വർക്ക് ചെയ്യുന്നതിലും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കാണാൻ പറ്റും. അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളാണ് ഫെസിലേറ്റർ, അത് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾ തന്നെ അത് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരെ യങ്ങർ വൺസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത്? നമ്മൾ അവർക്ക് റൈറ്റ് ആയിട്ടുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ആർ ഗിവൺ ഫ്രീഡം. നമ്മൾ അവർക്ക് റൈറ്റ് ആയിട്ടുള്ള ഫ്രീഡവും കാര്യങ്ങളും കൊടുക്കുന്നതുകൊണ്ടാണ് ആ കുട്ടികൾ പരസ്പരം സഹായവും ഹെൽപ്പും കാര്യങ്ങളും കാണുന്നത്. നമ്മുടെ ഇവിടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിലോ കോമ്പറ്റീഷനോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, പെർമിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ കുട്ടികള് ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് കോമ്പീറ്റ് ചെയ്യണ്ട എന്ന് തന്നെയാ പറയാം. നമ്മൾ അവിടെ മത്സരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ട്രഡീഷണൽ ക്ലാസ് റൂമില് കുട്ടികൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ? ഇല്ലേ? ഉണ്ട്. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമുക്ക് അങ്ങനെ കോമ്പറ്റീഷൻ ഒന്നും വേണ്ട. കാരണം നമ്മള് കുട്ടികളെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ, കോമ്പീറ്റ് ചെയ്യാണ്ട് അവരുടെ വർക്ക് അത് എൻജോയ് ചെയ്ത് അത് ഹാപ്പി ആയിട്ട് അവരെ കംപ്ലീറ്റ് ചെയ്യാം. There would be such care between the children where the older ones will help the younger ones while the younger ones help each other. അപ്പോ നമ്മള് കുട്ടികൾ തമ്മില്, ചിൽഡ്രൻസ് തമ്മിൽ ഒരു കെയർ നമുക്ക് കാണാൻ പറ്റും. ഓൾഡർ വൺസ് അവരുടെ യങ്ങർ വൺസിനെ സഹായിക്കുന്നതും ഈ യങ്ങർ വൺസ് അവരുടെ സെയിം ആ ഗ്രൂപ്പിൽ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. They would show the respect and interest in each others. ഓരോരുത്തരിലും അവരുടെ വർക്കിലും റെസ്പെക്റ്റും ഇൻട്രസ്റ്റും കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. There would be admiration of each children's work. ഓരോ കുട്ടിയുടെ വർക്കിലും അവർക്ക് അഡ്മിറേഷൻ ഉണ്ടാവും, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ എന്റെ വർക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ചിന്തയായിരിക്കില്ല, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ ഫ്രണ്ടിന് കൂടെ ചെയ്യണം എന്നായിരിക്കും. ആൻഡ് ഓൾ ദീസ് കെയിം സ്പോണ്ടേനിയസ്ലി ആൻഡ് നാച്ചുറലി ഫ്രം ചിൽഡ്രൻ. ഇത് നോർമലി സംഭവിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ് അങ്ങനെ കുട്ടികളെ ഫോളോ ചെയ്യിപ്പിക്കുന്നതല്ല, നാച്ചുറലി കുട്ടികൾ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് വരുമ്പോൾ അവര് കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. ദാറ്റ് ഈസ് യൂഷ്വലി ബിക്കോസ് ഇൻ മോണ്ടിസോറി എൻവയോൺമെന്റ് ചിൽഡ്രൻസ് ആർ കീപ് ഫ്രീഡം. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ
കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നത്. ചിൽഡ്രൻസ് നീഡ് നോട്ട് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. നോർമലി മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾ കോമ്പീറ്റ് ചെയ്യേണ്ട, കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട, കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നോ കോമ്പറ്റീഷൻ ഇസ് പെർമിറ്റഡ് ഇൻ ദ എൻവയോൺമെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കോമ്പറ്റീഷൻ പെർമിറ്റ് ചെയ്യുന്നില്ല. നോർമലി ദിസ് പ്രിപ്പയർ ചിൽഡ്രൻസ് ടു വാണ്ട് ടു ഷെയർ ആൻഡ് ഹെൽപ്പ് വൺ അനദർ. മറ്റു കുട്ടികളായിട്ട് ഷെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഈ കുട്ടികൾ നോർമലി എന്ത് ചെയ്യാണ്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ തന്നെ അവരെന്ത് ചെയ്യാണ്, ട്രെയിൻ ചെയ്യാനും. പിന്നെ അവര് നോർമൽ നമ്മുടെ നോർമൽ എൻവയോൺമെന്റിലേക്ക് വരുമ്പോഴും ഇതേ ക്യാരക്ടർ ആയിരിക്കും ഈ കുട്ടികൾ കാണുന്നത്. ഷെയറിങ് ഹാബിറ്റും ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും. നമ്മളിപ്പോ ഒരു വ്യക്തി ഒരു വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവന് നല്ലൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളുണ്ടാവും. ഓക്കെ, നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ കേട്ടോ. ഇനി നമ്മള് മുതിർന്ന കുട്ടികൾ യങ്ങർ വൺസ് ഇപ്പോ വഴക്ക് പറയാണ്, ബാഡ് ബിഹേവിയർ ഒക്കെ പറയുകയാണെങ്കിൽ ഓൾഡർ വൺസ് എന്ത് ചെയ്യും, യങ്ങർ വൺസിനോട് പറയാം, ഇങ്ങനെ പറയാൻ പാടില്ല കേട്ടോ, പറയുന്നത് മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് ആരുണ്ടാവും, ഓൾഡർ വൺസ് ഉണ്ടാവും, മുതിർന്ന കുട്ടികളുണ്ടാവും. ഇത് റെസിപ്രോക്കൽ ഹെൽപ്പ് നമുക്ക് നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടെങ്കിൽ മൂത്ത ആളോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത്, നമ്മൾ എങ്ങനെയാണോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും മൂത്ത കുട്ടി അവരെ യങ്ങർ വൺസിനെ കെയർ ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടത്? കുറച്ച് ഏജ് ഗ്യാപ്പ് വേണേ, സെയിം ഏജ് അല്ലെങ്കിൽ അധികം ഡിഫറൻസ് ഇല്ലെങ്കിൽ നല്ല വഴക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറച്ച് ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ മൂത്ത കുട്ടീനെ കെയർ ചെയ്തിരുന്നത് അതേപോലെ ആയിരിക്കും അവര് ഇളയ കുട്ടീനോട് കെയർ ചെയ്യുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റ് മാത്രം പ്രത്യേകതയാണ്, നമ്മൾ ഇവിടെ കോമ്പറ്റീഷൻ എന്തില്ല പെർമിറ്റ് ചെയ്യുന്നില്ല. കുട്ടികൾ തമ്മിൽ ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പിംഗ് മെന്റാലിറ്റിയുമാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പകരമായിട്ട് ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പിംഗ് മെന്റാലിറ്റിയുമാണ് കോമ്പറ്റീഷന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്താണ് മോറൽ ഹെൽപ്പ് ആണ്. ഇനി നമ്മൾ നോക്കുന്ന നെക്സ്റ്റ് ആണ് മോറൽ ഹെൽപ്പ്. എ ചൈൽഡ് പ്രൊവൈഡ്സ് മോറൽ ഹെൽപ്പ് ടു അതർ ചിൽഡ്രൻ ബൈ കംഫോർട്ടിംഗ് ദം ഫോർ ബീങ് റോങ് ഫോർ ബീങ് ബാഡ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും കുട്ടികൾ, പരസ്പരം പറഞ്ഞു കൊടുക്കും. മോറൽ ഹെൽപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഡിഫറെന്റ് ഫ്രം ദ ചൈൽഡ് റിഗാർഡ്സ് ദ റോങ് done as something bad or mischief, but rather than regards it is a misfortune, and the one who had done as an unfortunate one who should be comforted and helped. നമ്മൾ ഒരാൾ ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കാനോ അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്താനോ അല്ല നിൽക്കേണ്ടത്. അവനത് തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ ചെയ്യണോട്ടാ ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരുണ്ടാവും, ഓൾഡർ വൺസ് ഉണ്ടാവും. മുതിർന്ന കുട്ടികൾ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ യങ്ങർ വൺസിനോട് പറഞ്ഞു കൊടുക്കും. ചിൽഡ്രൻസ് വിൽ ഇൻസ്പയർ വൺ അനദർ ടു ബി ഗുഡ്. ഇവിടെ കുട്ടികൾ മറ്റൊരാൾക്ക് ഗുഡ് ആവാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും, അവരെ വർക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മിക്സഡ് ഏജ് ഗ്രൂപ്പ്, ഒരു മിക്സഡ് ഏജ് ഗ്രൂപ്പാണ് ഞാൻ പറഞ്ഞത്. 3 to 6 years വരെയുള്ള കുട്ടികളാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ നോർമലി കാണാം. ഓൾഡർ ചിൽഡ്രൻസ് പ്രൊവൈഡ് ദ റോൾ മോഡൽ ഇൻ ദ ക്ലാസ്. അപ്പൊ മിക്സഡ് ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഓൾഡർ ചിൽഡ്രൻസ് മുതിർന്ന കുട്ടികൾ ആയിരിക്കും ആ ക്ലാസ്സിലെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണോ പെരുമാറുന്നത്, അവരെങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് ആര് ഫോളോ ചെയ്യും, നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്യും. ദ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് വിച്ച് ഇൻസ്പയർ സോഷ്യൽ ഗ്രേസ് കർസിറ്റി ഹെൽപ്പ് ഗെറ്റ് ദ ചൈൽഡ് ഇൻ ടു കോഹസീവ് ഗ്രൂപ്പ്. അതേപോലെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളും എക്സസൈസ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി കാര്യങ്ങളും എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഇവർക്ക് എങ്ങനെ ഒരു കോഹസീവ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ കുട്ടികൾ തമ്മിൽ ഒരു പരസ്പര ധാരണ ഉണ്ടാവും. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാലും നല്ല രീതിയിൽ നല്ല ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും.
ഇനി നെക്സ്റ്റ് ഒരു ക്യാരക്ടറാണ് ഹാർമണി. ഹാർമണിയുടെ മലയാളം മീനിങ് ഐക്യം എന്നാണ്. നമ്മുടെ മോൺസോറി എൻവയോൺമെന്റിൽ എല്ലാ കുട്ടികളും ഒരുമിച്ച് വർക്കിംഗ് ടുഗദർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ ഈ കുട്ടികളിൽ നല്ല ഹാർമണി ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹാപ്പിനെസ്, ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ഹാൻഡിലിംഗ് മോണ്ടിസോറി മെറ്റീരിയൽസ്. മോണ്ടിസോറി മെറ്റീരിയൽസ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ദേ വാണ്ട്സ് സ്കിൽ അതേഴ്സ് വിത്ത് കംപ്ലീറ്റഡ്. ഒരാൾ ചെയ്ത് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും, എന്നിട്ട് വേണം നമുക്ക് അത് ചെയ്തു തുടങ്ങാനായിട്ട്. നിങ്ങളും മോണ്ടിസോറി പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ചെയ്ത് കഴിയുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്യും. അതുകൂടെ ചെയ്യണം നമുക്ക് എന്ന് പറഞ്ഞിട്ട്. ചില ആ മെറ്റീരിയൽസിനോട് നമുക്ക് പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. ഹാർമണീസ് എൻകറേജ്ഡ് ഇൻ ദ ക്ലാസ് ത്രൂ വർക്കിംഗ് ടുഗദർ. ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഹാർമണി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എൻകറേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആസ് ദർ ഈസ് ഓൺലി വൺ സെറ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ ക്ലാസ്. സപ്പോസ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയലേ ഉള്ളൂ. എ ചൈൽഡ് ഹു വാണ്ട്സ് ടു യൂസ് ദം. ഒരു കുട്ടിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ will have to wait till the child who is using it has finished. ഒരു കുട്ടിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ഇറ്റ്സ് പ്ലേസ്. ആ ഒരു മെറ്റീരിയൽ അതിന്റെ പ്ലേസിൽ തിരിച്ചു കൊണ്ടുവന്ന് വെക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ടു ദിസ് the children learns to experience patience and respect. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികൾ പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് പ്ലസ് റെസ്പെക്ട്. മറ്റുള്ളവരുടെ വർക്കിനെ റെസ്പെക്ട് ചെയ്യണം. എനിക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് പോലെ തന്നെ എന്റെ ഫ്രണ്ടിനും അത് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് അവർ ചെറുപ്പത്തിലെ മനസ്സിലാക്കും. വിച്ച് വിൽ ഗ്രാജുവലി ബ്രിങ് അബൌട്ട് ഹാർമണി ഇൻ ദ ക്ലാസ്. ഇത് നോർമലി നമ്മുടെ ക്ലാസ്സിൽ നല്ലൊരു ഐക്യം കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒന്ന് വായിച്ചു നോക്കോ. ആദ്യം മുതൽ വായിക്കണം കേട്ടോ, ആദ്യം മുതൽ വായിക്കണേ.
റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. പോയിന്റ്സുകൾ 4 പോയിന്റ്സും റീഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞോ? നോക്കിയോ? വായിച്ചു നോക്കിയോ എല്ലാവർക്കും? പറയുന്നത് കേൾക്കാവോ? ഇനി നമ്മള് കൊഹീഷനിലൂടെ കുട്ടികളിൽ ക്യൂർ ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ക്വാളിറ്റീസ് എന്ന് നോക്കാം. When there is such cohesion, the following can be preserved of the children. First one is cooperation ആണ്. അവിടെ നല്ല കോപ്പറേഷൻ ഉണ്ടാവും. ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ തമ്മിൽ നല്ലൊരു ഐക്യം ഉണ്ടാവും. This is the outcome of free life and free activity. കുട്ടികൾ തമ്മിൽ പരസ്പരം നല്ലൊരു കോപ്പറേഷൻ നമ്മൾ കോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ മോണ്ടിസോറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ആരും തമ്മിൽ പരസ്പരം ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല അല്ലേ? പക്ഷെ ഇന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു കോണ്ടാക്ട് ഇല്ലേ? ഇപ്പൊ മിന്നു, സുബിത അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ നല്ലൊരു കോണ്ടാക്ട് ഇല്ലേ? അത് നമ്മളൊക്കെ തരുന്ന ഒരു ഫ്രീ ലൈഫ് ആൻഡ് ഫ്രീ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ക്യാരക്ടറാണ് കോപ്പറേഷൻ. പരസ്പരം നമ്മൾ നല്ലൊരു കോപ്പറേഷനോട് കൂടി ആ ഒരു എൻവയോൺമെന്റിൽ അവർ വർക്ക് ചെയ്യും. കുട്ടികൾ നോർമലി ഈ ഒരു കോപ്പറേഷൻ അക്യൂർ ചെയ്യും കേട്ടോ. When the activity necessitates it, the children voluntarily work in groups. കുട്ടികള് നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ അവര് ഗ്രൂപ്പായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. സപ്പോസ് എന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് വരെ ഒരു ഗ്രൂപ്പ് ഗെയിം ആണെന്ന് വിചാരിക്കും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഗെയിം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ കൊടുക്കുന്ന ഗെയിം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, റിലേ ആണ്. റിലേ കളിച്ചിട്ടുണ്ടാരെങ്കിലും റിലേ നമ്മൾ ഓടിയിട്ട് ഓക്കെ ഒരു 4 പേരായിരിക്കും മെയിനായിട്ട് റിലേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ 4 പേരിനെ കറക്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഓടിയാൽ മാത്രമാണ് നമുക്ക് ഫസ്റ്റ് എത്താനായിട്ട് പറ്റുള്ളൂ എന്ന് വിചാരിക്കും. ഇപ്പൊ സപ്പോസ് ഒരാള് അതിൽ സ്ലോ ആയി എന്തെങ്കിലും കാരണം കൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് കൊണ്ട് ചിലപ്പോൾ ഒരാൾ സ്ലോ ആയി കഴിഞ്ഞാൽ അടുത്ത ആള് അയാൾ ഓടിയതിന്റെ ആ സ്ലോ ആയതിനെയും കൂടി ഇരട്ടി ഓവർകം ചെയ്താലായിരിക്കും അടുത്ത ആൾക്ക് ഫിനിഷിംഗ് പോയിന്റ് എത്താൻ പറ്റുള്ളൂ, ഫസ്റ്റ് ആവാനായിട്ട് പറ്റുള്ളൂ. സോ ഈ ഒരു കോപ്പറേഷൻ നമുക്ക് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഗ്രൂപ്പ് ഗെയിംസിലൂടെ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മൾ കുട്ടികളിൽ പരസ്പരം ഒരു കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. വേണ്ട ആക്ടിവിറ്റി നെസസിറ്റേറ്റ്
the children voluntarily work in a groups. കുട്ടികൾ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളിൽ എന്താണ് ഒരു കോപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് കോപ്പറേറ്റ് വെൻ ദേ നീഡ് ടു, അവർ നല്ല രീതിയിൽ പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ദിസ് ഈസ് ദ ഔട്ട്കം ഓഫ് ദ ഫ്രീ ലൈഫ് ആൻഡ് ലൈഫ് വിത്ത് ഫ്രീ ആക്ടിവിറ്റി. നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഫലമാണ് ഈ കുട്ടികളിൽ നമ്മൾ കാണുന്ന കോപ്പറേഷൻ. ഇനി നമുക്ക് ഡിസിപ്ലിൻ നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം മുതലേ പറഞ്ഞില്ലേ, ഡിസിപ്ലിൻഡ് ആയിട്ട് മാറും നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ കാണുന്ന മറ്റൊരു ക്വാളിറ്റിയാണ് എന്താ ഡിസിപ്ലിൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ ഒന്നല്ല കേട്ടോ, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഒബീഡിയൻസ് ഒന്നല്ല നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന മോണ്ടിസോറി എൻവയോൺമെന്റ്. ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ട് ഡിസിപ്ലിൻഡ് ആക്കിയല്ല. നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കി ട്രഡീഷണൽ മെത്തേഡില് എങ്ങനെയാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ടേബിളിൽ നിന്നൊന്ന് എഴുന്നേക്കണമെങ്കിൽ പോലും ആരുടെ പെർമിഷൻ വേണം? ടീച്ചേഴ്സിന്റെ പെർമിഷൻ വേണ്ടേ? ഒന്ന് ജസ്റ്റ് ഹാൻഡ് പൊക്കിയിട്ട് വേണം എന്തെങ്കിലും കാര്യങ്ങൾ പോലും പറയാനായിട്ട്. അപ്പോ നമ്മളിവിടെ ഒരിക്കലും ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അല്ല ഫോളോ ചെയ്യണേ. ബട്ട് നമ്മൾ ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഫലമായിട്ട് ഈ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻഡ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. This is not a forced obedience, but a social discipline whereby everyone selects its work. അപ്പോ ഇതൊരിക്കലും ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒബീഡിയൻസ് അല്ല, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അല്ല. ഇത് നോർമലി കുട്ടികൾ ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരിൽ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഫലമായിട്ട് കുട്ടികൾ കാണുന്ന ഒരു മാറ്റമാണ് ഡിസിപ്ലിൻ. ത്രൂ എക്സസൈസിങ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. നമ്മൾ പേഷ്യൻസും റെസ്പെക്റ്റും മറ്റുള്ളവർ ചെയ്യുന്ന വർക്കിനെയൊക്കെ റെസ്പെക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ദ ചിൽഡ്രൻസ് ലേൺസ് ടു വർക്ക് ഇൻ ആൻ ഓർഡർലി മാനർ. ഓർഡർലി മാനറിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പീസ്ഫുള്ളി, നല്ല പീസ് ആയിട്ട്, നല്ല കാം ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗെറ്റിംഗ് ഹാപ്പിനെസ്, ഡിസിപ്ലിൻ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് സോഷ്യൽ സെന്റിമെന്റ്സ്. ഓക്കെ, സോഷ്യൽ സെന്റിമെന്റ്സ് ഹാപ്പൻ വെൻ ദ ചൈൽഡ് ഇസ് പ്രൗഡ് ആൻഡ് ഹാപ്പിലി ബിലോങ്സ് ടു ഹിസ് ഗ്രൂപ്പ്. പണ്ടേ ചെറുപ്പത്തില് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ടുണ്ടോ? ചില ഉപജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവം ഒക്കെ പോയിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ചെറുപ്പത്തിലേ എന്നുവെച്ചാല് ഞാനൊരു 7th പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഡ്രാമയില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നാടകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഡ്രാമയില് ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഡ്രാമ അവതരിപ്പിച്ചത്. ആ ഡ്രാമയിൽ ഫസ്റ്റ് ഞങ്ങൾ വന്നു. ഞങ്ങളുടെ ഒരു 2nd ഡേ എങ്ങാണ്ടായിട്ടായിരുന്നു ഉപജില്ലാ കലോത്സവം. അന്ന് ഞങ്ങളുടെ ഡ്രാമയിൽ ഞങ്ങൾ ഫസ്റ്റ് വന്നു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ കുറെ നാളായിട്ട് 2-3 മാസമായിട്ടുള്ള ഒരു എഫേർട്ടാണ് ഈ ഒരു ഡ്രാമ പെർഫോം ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത് ഫസ്റ്റ് വന്നു. അതിലും എനിക്ക് സന്തോഷം തന്ന ഒരു മൊമെന്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉപജില്ലയില് ആ വർഷം ഓവറോള് ഫസ്റ്റ് വന്നത് ഞങ്ങളുടെ സ്കൂളായിരുന്നു. അതെന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായിട്ടൊരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. കാരണം വെച്ചാല് അന്ന് ഞാൻ ഫീൽ ചെയ്തത് ഞങ്ങൾ ഫസ്റ്റ് വന്നല്ലോ, ആ ഒരു ഫസ്റ്റ് വന്നതിൽ ആ ഒരു ട്രോഫിക്ക് ഞങ്ങൾ മാത്രമല്ലായിരുന്നു അവകാശികൾ. കാരണം അന്ന് ആ ഉപജില്ലയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികളും ആ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിരുന്നു. ചില കുട്ടികൾക്ക് ചിലപ്പോൾ 2nd വന്നിട്ടുണ്ടാവും, A ഗ്രേഡ് വിത്ത് 2nd വന്നവരുണ്ടാവും. എന്നാൽ അവരെല്ലാവരും ഹാപ്പിലി എന്തായിരുന്നു, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ആ ഒരു ഓവറോള് റണ്ണറപ്പ് ആയപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് വെച്ചാൽ നമ്മളുടെ വർക്ക് മാത്രം പ്രൗഡ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ ഗ്രൂപ്പായിട്ട് ബിലോങ്സ് ആവുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിന്റെ വർക്കും കൂടി ആ ഒരു നമ്മളത് എന്താ പറയാ, ആ ഗ്രൂപ്പിന്റെ വർക്കും കൂടി അംഗീകാരം കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര പ്രത്യേക ഒരു ഫീലാണ്. അപ്പോ ഞങ്ങളുടെ ഡ്രാമയിൽ ഞങ്ങൾ ഫസ്റ്റ് വന്നു, അതിലേക്ക് ഹാപ്പിയാണ്. അതിൽ കൂടുതൽ എനിക്ക് സന്തോഷം കിട്ടിയതായിരുന്നു ഞങ്ങളുടെ സ്കൂള് ഫസ്റ്റ് വന്നപ്പോ. ഓവറോൾ റണ്ണറപ്പ് ആയിട്ട് മാറിയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വന്നത്. കാരണം വെച്ചാല് എല്ലാവരും അന്ന് ആ സ്റ്റേജിലേക്ക് ഫസ്റ്റ് വന്ന ആ ഒരു ട്രോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റേജിലേക്ക് 1ാം സ്ഥാനം കിട്ടിയ കുട്ടികളെ മാത്രമല്ല ഞങ്ങൾ ടീച്ചേഴ്സ് വിളിച്ചത്. അന്ന് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ പോയ എല്ലാ കുട്ടികളും ഫസ്റ്റ് വന്നോ ഇല്ലേ ഒന്നല്ല നോക്കിയത്, എല്ലാ കുട്ടികളെയും ഞങ്ങൾ ആ ഒരു ട്രോഫിക്ക് ഞങ്ങൾ എല്ലാവർക്കും ആ ഒരു ട്രോഫി അവകാശപ്പെട്ടതായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു.
കാരണം നമ്മളുടെ മാത്രം വർക്ക് അല്ലെങ്കിൽ നമ്മൾ മാത്രം വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഗ്രൂപ്പായിട്ട് നമ്മളൊരു വർക്ക് ചെയ്ത് അത് നേടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു സോഷ്യൽ സെന്റിമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഞങ്ങള് ചെറുപ്പത്തില് ഞങ്ങൾക്ക് PT അവർ ഉണ്ട്, പ്ലേ ടൈം പോലെ ഒരു ഡ്രില്ല്, ആ ഒരു അവർ ഉണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആയിരിക്കും ഞങ്ങൾക്ക് ആ ഒരു ക്ലാസ് എടുക്കുന്നത്. ടീച്ചർ മെയിൻ ആയിട്ട് ക്ലാസ് മുടക്കാറില്ല. ഞങ്ങൾക്ക് മാത്സ് ടീച്ചറൊക്കെ വന്ന് ചോദിക്കും ഇങ്ങനെ ക്ലാസ് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്നൊക്കെ. പക്ഷെ മിസ് അലോ ചെയ്യാറില്ല. മിസ് പറയും കുട്ടികളെ ഈ സമയത്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ വേണ്ടത്, മാത്സ് പിന്നെ എടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ വിടും. കാരണം ശരിക്കും വെള്ളിയാഴ്ച അവസാനത്തെ രണ്ട് അവറാണ് ഞങ്ങളുടെ PT അവർ എന്ന് പറയുന്നത്. 2 അവർ ഉണ്ട്, അടുപ്പിച്ച് 2 അവർ. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലേ. കാരണം പിന്നെ 2 ദിവസം ക്ലാസ് ഇല്ല, അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ലോങ് ഇന്റർവെൽ ആണ്. സാധാരണ 3/4 മണിക്കൂർ, ഒരു 1.5-3/4 മണിക്കൂറാണ് ഇന്റർവെൽ എങ്കിൽ വെള്ളിയാഴ്ച മാത്രമേ ഞങ്ങൾക്ക് 2:30 ബെല്ലടിക്കുള്ളൂ. ലോങ് ഇന്റർവെൽ ആണ്. മുസ്ലിം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവര് പള്ളിയിൽ പോകുന്ന സമയം, അതുകൊണ്ട് ലോങ് ഇന്റർവെൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ അപ്പൊ അത്രയും നേരം നമുക്ക് ടൈം ഉണ്ട്, കളിക്കാനുള്ള ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 അവർ എന്താണ് PT ആണ്. സോ ഞങ്ങൾ ടീച്ചർ എന്ത് ചെയ്യും, ഞങ്ങൾ എല്ലാവരെയും വിളിക്കും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നവരൊക്കെ ബെസ്റ്റീസ് ആണെന്നാണ് ടീച്ചറിന്റെ ഇത്. എന്നിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് എണ്ണും. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഗ്രൂപ്പ് തിരിക്കും മിസ്. ഫസ്റ്റ് തന്നെ 2 ഗ്രൂപ്പായിട്ട്. ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഗ്രൂപ്പിലൊക്കെയാണ് മിക്കപ്പോഴും വരാറ്. നമ്മുടെ അടുത്ത് നിൽക്കണേക്കാൾ അവിടെ ബെസ്റ്റ് ഫ്രണ്ട്, ചിലപ്പോൾ അവള് ഓപ്പോസിറ്റ് ഗ്രൂപ്പിൽ, ഞാൻ ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും ബിലോങ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ കളിക്കുന്ന ഗെയിം വെച്ചാൽ കബഡിയാണ്. കബഡി കളിക്കാനാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് കബഡിയാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്ന ഗെയിം. അപ്പൊ കബഡിയിലേക്ക് വരുമ്പോ ടീച്ചർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോ ഒരു ഗ്രൂപ്പ് ചില എന്താ പറയാ ഒരു കാര്യത്തിലും ഒരുമിക്കാതെ ചിലപ്പോ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ ഒരുമിച്ച് വരുമ്പോ ഈ ഒരു ഗെയിമിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും ടീം മെമ്പേഴ്സ് ആണ്. ഞങ്ങൾ എല്ലാവരും ഒരു ടീമാണ്. എങ്ങനെയും അവരെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിനെ എങ്ങനെയും എന്ത് ചെയ്യുക, ഔട്ട് ആക്കുക എന്നായിരിക്കും ലക്ഷ്യം. സപ്പോസ് ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ എങ്ങനെയും ആ ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് എത്ര പേരെ പുറത്താക്കാൻ പറ്റും എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും. അപ്പൊ ഒരു ഗ്രൂപ്പ് സ്പിരിറ്റ് അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് നമ്മൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ടീം സ്പിരിറ്റ് നിങ്ങളോട് ഷെയർ ചെയ്തേണ്ട. അപ്പൊ സോഷ്യൽ സെന്റിമെന്റ്സ്, ഈ ടീം സ്പിരിറ്റ് നമ്മളെല്ലാവരും ഒരുമിച്ച് നേടിയെടുക്കുകയാണ്. ആ ഒരു സ്പിരിറ്റ് ഭയങ്കര വാല്യുബിൾ ആണ്. സോഷ്യൽ സെന്റിമെന്റ്സ് ഹാപ്പൻസ് when the child is proud and happy to belong to its group. അവന് ഭയങ്കര പ്രൗഡ് ആണ് അവന് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ പറ്റിയത്. There is a sense of unity. ഇതിലൊരു യൂണിറ്റി വരുന്നുണ്ട്. As the children is not only proud of his work, അവന്റെ വർക്കിൽ മാത്രമല്ല പ്രൗഡ്, but also the achievement of the group. നമ്മുടെ ഗ്രൂപ്പിന്റെ അച്ചീവ്മെന്റിലും അവന് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഒബീഡിയൻസ്. നേരത്തെ പറഞ്ഞു, ഡിസിപ്ലിൻ പോലെ തന്നെ നമ്മൾ ഒരിക്കലും കുട്ടികളെ ഫോഴ്സ് ചെയ്തിട്ടല്ല ഒബീഡിയൻസും ഫോളോ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി അവർ ഒബീഡിയന്റ് ആയിട്ട് മാറുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഫലമായിട്ട് കുട്ടികൾ ഒബീഡിയന്റ് ആയിട്ട് മാറുന്നതാണ്. Children in Montessori classroom are happily harmonized and peaceful with themselves. കുട്ടികൾ നല്ല സന്തോഷത്തോടു കൂടി, നല്ല ഐക്യത്തോടു കൂടി, നല്ല സമാധാനത്തോടു കൂടി ആയിരിക്കും നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നത്. They are able to take instructions from their teachers. Teachers means faculties ആണ്, ഫെസിലിറ്റേഴ്സ് ആണ്. ഫെസിലിറ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളും ഫോളോ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. This is not a forced discipline or obedience. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരിക്കലും ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിനോ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒബീഡിയൻസോ എല്ലാം ഫോളോ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫ്രീഡത്തിന്റെ ഫലമായിട്ട് കുട്ടിക്ക് നാച്ചുറലി ഡിസിപ്ലിൻഡ് ആയിട്ട് മാറാണ്. ബട്ട് മോർ ദാൻ ദാറ്റ് ഇന്നർ ഡിസിപ്ലിൻ ആസ് ദ റിസൾട്ട് ഓഫ് ഇന്നർ ഗ്രോത്ത്. നമ്മൾ ഈ കുട്ടികളിൽ ഇന്നർ ഡിസിപ്ലിൻ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രേരണയാണ്. ഇന്നർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. And the children are proud of being able to help their classmates. അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഈ കുട്ടികളിൽ
നമുക്ക് പ്രൗഡ് ആയിരിക്കും, അത് ഭയങ്കര ഹാപ്പി മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഹെൽപ്പ് ദെയർ ക്ലാസ്മേറ്റ്സിനെ സഹായിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ഒബീഡിയന്റും ആയിരിക്കും. ഓക്കെ, ഇനി ഈ കുട്ടികളുടെ ക്യാരക്ടർ ആണ് കേട്ടോ. They develop their character from influence in growing the environment. അവർ എൻവയോൺമെന്റിൽ നിന്ന് തന്നെ അവരുടെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കും. ഈ കുട്ടികൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ലും കാര്യങ്ങളും കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം അത് സോൾവ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, പരസ്പരം അവര് മോറൽ അല്ലെങ്കിൽ മ്യൂച്വൽ എഗ്രിമെന്റിലൂടെ അല്ലെങ്കിൽ നമ്മള് കൺസെന്റിലൂടെ, റെസിപ്രോക്കൽ കൺസെന്റിലൂടെ ഒക്കെ അവരെന്ത് ചെയ്യും, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുമെന്ന് പറയില്ലേ. അതെല്ലാം നമുക്ക് അവർക്ക് കാണാൻ പറ്റുന്ന നല്ല ക്വാളിറ്റീസ് ആണ്. Fifth one is character. When the children have the apt environment and condition, കുട്ടികൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കണ്ടീഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ they are able to evolve their character. അപ്പൊ അതെന്തിനെ ഹെൽപ്പ് ചെയ്യും, കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. A person of the character is free confidence and resolve. എന്നുവെച്ചാൽ നല്ല കോൺഫിഡന്റ് ആയിരിക്കും, ഫ്രീ ആയിരിക്കും, ദൃഢനിശ്ചിത ഉള്ളവരായിരിക്കും. അവർ പറഞ്ഞ കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കും. The formation of these qualities come from the experience and exercise. ഈ ക്വാളിറ്റീസ് കുട്ടികളിൽ നിന്ന് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും എക്സസൈസിൽ നിന്നുമാണ് വരുന്നത്. ഇറ്റ് കനോട്ട് ബി തോട്ട്. അവർ ചിന്തിച്ച് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അവര് എന്താണ് തിങ്ക് ചെയ്തിട്ടല്ല അത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നോർമലി അവർക്ക് സംഭവിക്കുന്നതാണ്. Therefore, children must get the opportunity to exercise these to form character. അപ്പൊ കുട്ടികള് നമ്മൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അവരെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് വരുമ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എക്സസൈസ് ചെയ്യുന്നതിലൂടെ അവരിൽ നല്ല ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഹെൽപ്പിംഗ് ഹാബിറ്റ് ഉള്ള, നല്ല മ്യൂച്വൽ ഹെൽപ്പ് ചെയ്യുന്ന, നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള, നല്ല എന്താ പറയുക, നല്ല പേഷ്യൻസ് ഉള്ള കുട്ടികൾ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. They must learn to take theirs. അവര് ഓരോ കാര്യങ്ങളും അവർ മനസ്സിലാക്കാനും അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. ഓൺ ഡിസിഷൻ ആൻഡ് വെൻ ദേ ഡിസൈഡ് ആൻഡ് സെലക്ട് ഫോർ themselves. ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ സ്വയം സെലക്ട് ചെയ്യുന്നതിലൂടെ they develop these qualities. ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾ വിചാരിക്കും ഒരു മെറ്റീരിയല്, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിൽ അത്ര എന്താ ഇമ്പോർട്ടൻസ്. അപ്പൊ അവർ കറക്റ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ ചെറുപ്പം മുതലേ നമ്മൾ അവരെന്ത് ചെയ്യാണ്, പ്രാപ്തരാക്കാണ്. അപ്പോൾ മുതിർന്നു കഴിഞ്ഞാലും അവർക്ക് റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. അത് അവരുടെ ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്വാളിറ്റീസ് ആണ്. സോ നമ്മള് ഈ ചാപ്റ്റർ ഇന്ന് നോക്കിയത് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ നോർമലൈസേഷന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹീഷൻ. നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തിൽ. ഓക്കെ, അപ്പൊ ഈ കുട്ടിയെ നമ്മൾ പിന്നെ മോണ്ടിസോറിയിൽ 3-4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മോണ്ടിസോറിയിൽ നമ്മള് കോമ്പറ്റീഷൻ പെർമിറ്റ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? കോമ്പറ്റീഷൻ പെർമിറ്റ് ചെയ്യുന്നില്ല. പകരം നമ്മൾ പെർമിറ്റ് ചെയ്യുന്നതാണ് മോറൽ ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. കോമ്പറ്റീഷന് പകരം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മോറൽ ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്സ്, ഹെൽപ്പിംഗ് വൺ അനദർ, പിന്നെ ഷെയറിംഗ് ഹാബിറ്റും നല്ല ഹാർമണി കാര്യങ്ങളൊക്കെ ഈ കുട്ടികളിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ മേ ബി ഡീവിയേറ്റഡ് ആവാം. അവര് മോണ്ടിസോറി മെറ്റീരിയൽസ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവരിലുള്ള ഡീവിയേഷൻ ടൈം ടു ടൈം ഡിസപ്പിയർ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. പതിയെ അത് ഡിസപ്പിയർ ആയി പോകും. അങ്ങനെ അവര് നോർമൽ ചൈൽഡ് ആയിട്ട് മാറും. നോർമൽ ചൈൽഡ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ അല്ലെങ്കിൽ സൊസൈറ്റി ബൈ കൊഹീഷൻ ആണ് നമ്മൾ ഈ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു പേര്. ഈ നോർമൽ ചൈൽഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ വർക്കിലൂടെ മാത്രമാണ് നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത്. നമ്മൾ മെറ്റീരിയൽസ് ആയിട്ട് കോണ്ടാക്ട് വരുന്നതിലൂടെ, ത്രൂ വർക്കിലൂടെ മാത്രമാണ് നോർമലൈസേഷൻ പോസിബിൾ ആകുന്നത്. നമ്മൾ റിപ്പീറ്റ്ലി വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ നോർമലൈസേഷൻ പോസിബിൾ ആകുന്നു. വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ്സ് ആണ്, അല്ലെ? മൂവ് ചെയ്യുക എന്നതാണ്
മീനിങ് വരുന്നത്. മൂവ് ചെയ്യുക. ഒരു കുട്ടി അനങ്ങാതെ ഒന്നും ചെയ്യാതെ ഒരു എന്താ പറയാ സോഫയിൽ ഇരിക്കുന്നതായിരിക്കും. ഓടിച്ചാടി നടക്കുന്ന കുട്ടികളായിരിക്കും കുറച്ചും കൂടി നോർമൽ എക്സസൈസ് എന്ന് പറയുന്നത്. ഓടിച്ചാടി നടക്കുന്ന കുട്ടികളായിരിക്കും. കാരണം ഓടിച്ചാടി നടക്കുന്ന കുട്ടികളാണെങ്കിൽ അവര് ഡെവലപ്മെന്റ് റൈറ്റ് ആണ്. സോ മൂവ്മെന്റ്സ് ഉള്ളവരിൽ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും. ചില നല്ല രീതിയിൽ മൂവ്മെന്റ്സും കാര്യങ്ങളുള്ള കുട്ടികളാണെങ്കിൽ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഉണ്ടാവും. കൊമ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് റൈറ്റ് ആയിരിക്കും. സോ നോർമലൈസേഷനും പിന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം മൂവ്മെന്റ്സ് ക്ലോസ്ലി എങ്ങനെയാണ് കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ പേജ് നമ്പർ 142 മൂവ്മെന്റ്സ് എന്ന് പറയൂ കേട്ടോ. യൂണിറ്റ് 8 മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. വൈൻഡപ്പ് ചെയ്യാണ് ക്ലാസ്. എല്ലാവരും സൊസൈറ്റി ഓഫ് കൊഹീഷൻ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടേക്കാട്ടോ. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ഇല്ലാലോ. നിങ്ങൾ എന്റെ ലാസ്റ്റ് ക്ലാസ് മിക്കവാറും നെക്സ്റ്റ് മൺഡേയോ ഒക്കെ ആയിരിക്കാം. നമ്മളിപ്പോ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ എക്സാം ഡേറ്റ് കുറച്ചും കൂടി കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളുടെ പെരുന്നാൾ വരുന്നതുകൊണ്ട് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എക്സാം ഡേറ്റ് വെക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മേ ബി ഈ ഒരു മന്തും കൂടി ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ ഒരു അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും സൈനിനും അതേപോലെ തന്നെ എന്താ പ്രെയറും തോട്ട് ഓഫ് ദ ഡേയും സൈൻ ഔട്ട് ഒന്ന് പറയാൻ പറ്റുമോ? എല്ലാ ദിവസവും കയറുന്നവരും മതി. ഒന്ന് ഓരോരുത്തരും അസൈൻ ചെയ്ത് ഓക്കെ ഒന്ന് ചെയ്ത് പ്രസന്റ് ചെയ്യണം കേട്ടോ. അപ്പോ താങ്ക് യു ഓൾ. താങ്ക് യു.